അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സർ, എത്രത്തോളം ഗൗരവതരമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കുറ്റങ്ങൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ രണ്ട് കേസുകളും സമാന സ്വഭാവമാണ്. ഈ പെൺകുട്ടികളെ വേട്ടയാടുന്ന ഒരു രീതി. ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിലുള്ളത് രണ്ട് കേസുകൾ മാത്രമാണ്. ഇനിയും പല പരാതികളും ഉയരും എന്ന് കേൾക്കുന്നു. KPCCക്ക് തന്നെ 5ഓളം പരാതികൾ നേരത്തെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. അപ്പോൾ എത്രത്തോളം കുറ്റകരമാണ് ഈ രാഹുലിൻ്റെ ചെയ്തികൾ? ഇതിനും പുറമെ അദ്ദേഹത്തിനെതിരായി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ സ്വഭാവ ദൂഷ്യത്തിൻ്റെയും സ്ത്രീകളോടുള്ള മോശമായ പെരുമാറ്റത്തിൻ്റെയും അമ്മയുടെ പ്രായത്തിലുള്ള സ്ത്രീകളോട് പോലും മോശമായി പെരുമാറുന്നതായിട്ട് ആരോപണമുണ്ടായിട്ടുണ്ട്. ആരോപണം എന്ന് വെച്ചാൽ അത് സത്യമാണെന്ന് എന്നെപ്പോലെ ഒരാൾ പറയുന്നത് ശരിയല്ല. പക്ഷേ ആരോപണങ്ങൾ ഗൗരവതരം തന്നെയാണ്, അത് സംശയമില്ല. കുറ്റം തെളിയിക്കുന്നതുവരെ അദ്ദേഹം നിരപരാധിയാണ്. അതാണല്ലോ നിയമത്തിൻ്റെ കാഴ്ചപ്പാട്. കോടതി പറഞ്ഞിരിക്കുന്നത് ഗൗരവമായ കുറ്റങ്ങളാണ്. പ്രഥമദൃഷ്ട്യാ അതിന് വിശ്വസിക്കാൻ മതിയായ ആ കാരണം കൊണ്ടാണ് ജാമ്യം തള്ളിയത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ധാർമ്മികതയെപ്പറ്റി ഏതോ നേതാവ് വാചാലമായി സംസാരിക്കുന്നത് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത്. അങ്ങനെ ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ യോഗത്തിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ പാലക്കാട്ട് രാഹുലിൻ്റെ അനുയായികൾ തല്ലിച്ചതച്ച് എന്തിനാ? മാത്രമല്ല, സുരക്ഷിതമായ കർണാടകത്തിലേക്ക് DK ശിവകുമാറിൻ്റെ സംരക്ഷണത്തിൽ പോകാൻ തീർച്ചയാക്കിയത് എന്തുകൊണ്ടാണ്? ഹോസൂർ വിട്ട്, ഹോസൂർ സ്റ്റാലിൻ്റെ സ്വാധീനമുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ. അവിടെ സുരക്ഷിതമല്ല എന്ന തോന്നലുണ്ടായി. സാക്ഷാൽ DK ശിവകുമാറിൻ്റെ സുരക്ഷ തേടിക്കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോകാൻ എന്താണ് കാരണം? അപ്പോൾ ധാർമ്മികതയെപ്പറ്റി ഈ പാർട്ടിക്ക് ഇനിയും വീമ്പളക്കാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ അത് നേരത്തെ ചോദിച്ചതുപോലെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കെതിരെ എന്തിനാണ് നടപടിയെടുത്ത്? ഷാനഹാസ് എന്ന പ്രധാനപ്പെട്ട പ്രവർത്തക അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എന്തിനാണ് പുറത്താക്കി? അതിജീവിതയെ അടുത്ത കാലത്ത് പുത്തൻകൂറ്റുകാരനായ KPCC സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ച് പോസ്റ്റിട്ടത് എന്തിനാണ്? അപ്പോൾ ഇതിനൊക്കെ അർത്ഥം പാർട്ടി മാനസികമായി ഇപ്പോഴും രാഹുലിനോട് അടുപ്പമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്ന സ്ഥിതിക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി എടുത്തൊരു നടപടി മാത്രമാണ് ഈ പുറത്താക്കൽ. അധികം താമസിയാതെ അദ്ദേഹം തിരിച്ചു വരും. കാരണം അത്രമാത്രം സ്വാധീനം പാർട്ടിയിലെ നേതാക്കന്മാർക്കും അണികളിലും അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടായിരിക്കാം, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. ഇവിടെ ധാർമ്മികത എന്ന് അവകാശപ്പെടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇന്ന് അല്പം പോലും ഒരു കാര്യത്തിലും അവകാശമില്ല. ഇതിലൊന്നും മാത്രമല്ല, വെൽഫെയർ പാർട്ടിയുമായിട്ട് സഖ്യം ചെയ്തിട്ടാണ് ഏതാനും നക്കാപ്പിച്ച പഞ്ചായത്തുകളിൽ സീറ്റ് കിട്ടാൻ വേണ്ടി മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ കൂടാരത്തിൽ എത്തിച്ചത്. ശ്രീ MK മുനീർ തന്നെ മുസ്ലിം ലീഗിൻ്റെ സമന്വയ നേതാവ്. കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ B ടീം എന്നാണ് അറിയപ്പെടുന്നത്. ആ A ടീമിൻ്റെ നേതാവ് നിശ്ചിതമായി വിമർശിക്കണു ജമാഅത്ത് ഇസ്ലാമി. എന്നിട്ടും നാണമില്ലാതെ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായിട്ട് സന്ധി ചെയ്ത് 5-10 പഞ്ചായത്ത് സീറ്റുകൾക്ക് വേണ്ടി ഒരു മഹത്തായ പ്രസ്ഥാനം തരംതാണ് എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ദുഃഖം തോന്നുന്നുണ്ട്, സങ്കടം തോന്നുന്നുണ്ട്, വിമർശിക്കാനല്ല തോന്നുന്നു. കാരണം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ആവേശമായിരുന്ന അഭിമാനമായ മഹത്തായ കോൺഗ്രസ്സിന് കേരളത്തിൽ ഈ ഗതി വന്നല്ലോ എന്നാലോചിക്കുമ്പോൾ വാസ്തവത്തിൽ സങ്കടമാണ്. അതിനാരാണ്? ശ്രീ രാംകുമാർ സാർ, ഇതിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം പോലും അവിടെ ഇസ്ലാമിസ്റ്റുകളുടെ കനിവോട് കൂടിയ ഒരു വിജയമായിരുന്നു എന്ന് ഒരു തർക്കവുമില്ലല്ലോ. അന്ന് SDPI ആണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയത്തിന് വേണ്ടി വിജയം
പങ്കുവെച്ചുകൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനേക്കാൾ മുമ്പ് ആദ്യം റോഡിലിറങ്ങി പ്രകടനം നടത്തിയത് SDPI ക്കായിരുന്നു. അത് 1 വർഷം മുമ്പ് നടന്നതാണ്.